വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടു എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ്. അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ചമ്പക്കരയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എൻ്റെ അനിയൻ ഇന്ന് ഓഫായിരുന്നു. അവൻ ചെറിയൊരു ബക്കറ്റിൽ ആമ്പലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗപ്പീം ഉണ്ട്. അപ്പോൾ ഗപ്പീനെ എടുത്ത് കിണറ്റിലോട്ട് ഇടാൻ നോക്കിയപ്പോഴേക്കും അതിൽ നിന്ന് ഒരെണ്ണം താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ പിടിച്ച് ഇതേ കിണറ്റിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാവയ്ക്കാണെങ്കിൽ ഇങ്ങനെ മീനിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടു ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എൻ്റെ അമ്മയുടെ ഫോണിൽ ഗെയിം കളിക്കാനാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിൽ ഗെയിം കളിക്കാൻ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതേ അമ്മയാണെങ്കിൽ കുറച്ച് ബദാമും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലിപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ അവൻ്റെ അലമാരി തുറന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഇവൻ്റെ അലമാരി തുറന്നിട്ട് ഓരോ സാധനങ്ങൾ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലതൊക്കെ ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടും പോകാറുണ്ട് കേട്ടോ. ഇവനിങ്ങനെ പെർഫ്യൂം അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ സാധനമൊക്കെ നോക്കിയിട്ട് 2-3 സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുട്ടുവിനോട് ചോദിക്കേണ്ട അമ്മ ഇതെല്ലാം എന്താണ് അമ്മ എടുത്തുകൊണ്ട് പോണീന്ന്. അപ്പോഴേക്ക് ദേ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ മാങ്ങ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയൊക്കെ അപ്പോൾ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയണ്ടായിരുന്നു നേരത്തെ വീണ മാങ്ങയൊക്കെ അവിടെ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് 2 മാങ്ങ എടുത്തപ്പോഴേക്ക് അപ്പം അത് ദേ ജ്യൂസ് അടിച്ചു തരാമെന്ന് പറഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഷെയ്ക്ക് കുടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഷെയ്ക്കും പറഞ്ഞിട്ട്